89.6 FM Sargakshetra SK Hotspot. Hi, hello, welcome to SK Hotspot only on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മളൊരു പാട്ട് കച്ചേരി ഇങ്ങോട്ട് നടത്താൻ പോവാണ് SK ഹോട്ട്സ്പോട്ടിൽ. കാരണം എന്റെ കൂടെ വന്നിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ചെമ്പാവ് പുന്നയിൽ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചെടിയോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ മുളകരച്ചുരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ പഞ്ചാര പാലട പ്രഥമൻ തോഷനില തന്നിൽ വിളമ്പുമ്പോ ഒഴുകിടാതെ വള്ളം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരസുന്ന മനപ്പായസം. അയ്യോ, ആടിപ്പൊളി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സദ്യ കഴിച്ച ഫീൽ ഇപ്പൊ തന്നെ വന്നു. സദ്യയാണോ അല്ലെങ്കിൽ എന്താ, മൊത്തം മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. ശരിക്കും ഇപ്പൊ ചോറിന്റെ മാമ്പഴ പുളിശ്ശേരിയും പിന്നെ വരിക്കച്ചക്കയുടെ കുഴച്ച് ഇടിച്ചുണ്ടാക്കിയ പിന്നെ എന്താണ് ശരി. അയ്യോ, എന്താല്ലേ, മുളങ്കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി. അതന്നെ, ഇങ്ങനെയൊക്കെ താറാവിന്റെ കറി കൂട്ടിയിട്ട് കഴിക്കണതൊക്കെ അല്ലേ, പിന്നെ അതൊക്കെ എന്റെ അമ്മ ആണോന്നാ. പ്രത്യേകിച്ച് ഞാൻ ഭക്ഷണത്തോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, പിന്നെ പാട്ടിനോടും. അപ്പൊ ഈ രണ്ടും കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് കിട്ടുമ്പോണ്ടല്ലോ, അതിന്റെ ഒരു രസം വേറെയാണ്. സോ നമ്മൾ കാര്യത്തിലേക്ക് കടന്നില്ല. നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് പുഷ്പവതി ചേച്ചിയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി ചേച്ചിയെ നമ്മുടെ സർഗക്ഷേത്ര 89.6 FM സ്വാഗതം ചെയ്യാണ് കേട്ടോ. താങ്ക് യു ചേച്ചി. നമുക്കറിയാം, ഇപ്പോ റീസെന്റ് ചേച്ചി കൂടുതലായിട്ടും കുറേയധികം ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. സോ ഈ ഒരു സമയത്ത് ചേച്ചിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരാണ് പുഷ്പവതി എന്ന് പറയുന്ന സിംഗർ? ഞാൻ ആരാ എന്ന് ഒരു വലിയ മനുഷ്യൻ ചോദിച്ചത് ഞാൻ കേട്ടു. ഞാൻ ആരാന്ന് നാരായണഗുരു ഒരു ശ്ലോകത്തില് ഈ ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞിട്ട് ഒരു 100 ശ്ലോകങ്ങളുണ്ട് നാരായണഗുരുവിന്റെ. അപ്പൊ അതിലെ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെയാണ്: ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്ന് ഒരുവൻ ഉറപ്പത് കേട്ട് താനുമേവം അറിവതിനായി അവനോട് നീയും മാറ് എന്നരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും. ഇപ്പൊ അന്ന എന്നോട് ചോദിക്കാ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ പുഷ്പവതി. പിന്നെ അന്നയോട് ചോദിക്കാണ് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ അന്ന. അപ്പൊ ഞാൻ പറയാണെങ്കിലും അന്ന പറയാണെങ്കിലും ലോകത്തെ ആര് പറയാണെങ്കിലും ഈ ഞാൻ അവിടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരിലും അടങ്ങിയിട്ടുള്ള ഒരു ഞാനുണ്ട്. ആ ഞാനാണ് ഈ ഞാൻ എന്ന് പറയാമാണെങ്കിൽ. അടിപൊളി. ഇതിലും നല്ലൊരു ഉത്തരം വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏകമായിട്ടുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു സോൾ ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. സത്യം. അപ്പൊ എന്തായാലും വളരെ വളരെയധികം പാട്ടുകൾ മലയാളികൾക്ക് അല്ലെങ്കിൽ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറേയധികം പാട്ടുകളും പുഷ്പവതി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിന്ന് നമ്മുടെ ഈ ഒരു SK ഹോട്ട്സ്പോട്ടിന്റെ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ചേച്ചി? അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM ആണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്, അങ്ങനെ തന്നെ പറയാം. നമ്മുടെ എല്ലാവരുടെയും കുറേയധികം ഇഷ്ടപ്പെട്ട, നമുക്ക് കുറേ പേർക്കും ഒരു പ്ലേലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫോൺസിലൊക്കെ. അതിൽ ഡെഫിനറ്റ്ലി കുറേയധികം പാട്ടുകളിൽ ഒരു പാട്ട് തന്നെയായിരിക്കും കുറച്ച് മുൻപേ തന്നെ നമ്മൾ പാടിക്കേട്ട ആ ഒരു ഫുഡിന്റെ പാട്ട് ആദ്യം ഇങ്ങനെ, അതായത് ഭക്ഷണവും
പാട്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ആദ്യം തന്നെ വരുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലെ ചെമ്പാവ് പുന്നില്ലിൻ ചോറോ എന്നുള്ള പാട്ട് തന്നെയാണ്. സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടിലൂടെ കം ബാക്ക് നടത്തിയിട്ടുള്ള ഒരു അടിപൊളി ആർട്ടിസ്റ്റിനെ നമുക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യാം. പുഷ്പവതി ചേച്ചി. ചേച്ചി ഒരു തൃശ്ശൂർക്കാരിയാണെന്ന് നമുക്കറിയാം. ആൻഡ് അതറിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്കും പേഴ്സണലി ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാനും ഒരു തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ തൃശ്ശൂർ ഗഡീസ് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലേ? എടോ ഞാനേ തൃശ്ശൂരിനെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതെ, നമ്മുടെ തൃശ്ശിവ പേരൂർ ക്ലിപ്തം സിനിമയിൽ അല്ലേ? അതന്നെ. തൃശ്ശൂര് മുഴുവൻ റൗണ്ട്, ഇവിടെ തൃശ്ശൂർകാരൻ റൗണ്ടെന്നെ, പട്ടപ്പാലം ചുറ്റി ചുറ്റി തേക്കിങ്കാട്ടിൽ പിന്നെ ചുറ്റി അലഞ്ഞോണ്ടിരിക്കണ ഡാവണ് കരഞ്ഞോണ്ടിരിക്കണ ഗഡേണ് പറഞ്ഞൊരു പാട്ട്. എന്ത് രസമാണല്ലോ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം സത്യം. ശരിക്കും ഈ പാട്ടിന്റെ അനുപല്ലവി പോർഷൻസിലേക്കൊക്കെ വരുമ്പോ രണ്ട് രീതിയിൽ, അതായത് ഭയങ്കര സന്തോഷത്തിലുള്ള കുറച്ച് വരികളുണ്ട്, ഒറ്റടിക്ക് അത് ഇച്ചിരി ഡീപ്പായിട്ട് പോകുന്ന ഒരു ട്യൂണിലേക്ക് ആ ഒരു പാട്ട് പോകുന്നുണ്ട് അല്ലെ? അതായത് പൂരങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയാണ് എന്നുള്ള രീതിയിലേക്ക്, അതായത് ഇണയില്ല തുണയില്ല, അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്ന വരികളാണ് അല്ലെ? തീർച്ചയായിട്ടും നല്ല അടിപൊളി പാട്ടാണ്. നമ്മൾ ആ പാട്ടിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ കേട്ട് നമ്മൾ ഇനി പുഷ്പവതി ചേച്ചിയുടെ ഒരു പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോ ചേച്ചി പഠിച്ചതും വളർന്നതും ഒക്കെ എവിടെയായിരുന്നു? ഞാൻ എന്റെ പ്രീ ഡിഗ്രി അന്നൊക്കെ പ്രീ ഡിഗ്രിയാണ് കേരളവർമ്മ കോളേജിലായിരുന്നു. 10ാം ക്ലാസ് വേലൂര് സർക്കാർ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നീട് പ്രീ ഡിഗ്രി ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരില്, അവിടുന്ന് പാലക്കാട് ചെമ്പൈ കോളേജില് ഗാനഭൂഷണം പ്ലസ് ഗാനപ്രവീണ, അങ്ങനെ 7 വർഷത്തെ കോഴ്സ് വളരെ നല്ല രീതിയിൽ 1ാം സ്ഥാനത്തോടുകൂടി പാസ്സായി. അടിപൊളി. അങ്ങനെ ഇപ്പോ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച് നമ്മോടൊപ്പം ഇപ്പൊ കൂടെ എത്തിയിട്ടുണ്ട് അല്ലെ? ചേച്ചി നമുക്ക് ഒരുപാട്, അതായത് ചേച്ചിയുടെ ഇപ്പോ തസ്തികകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണി പറയാൻ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ പ്ലേ ബാക്ക് സിംഗർ ആണ്, മ്യൂസിക് ഡയറക്ടർ ആണ്, കർണാട്ടിക് സിംഗർ ആണ്, ഭജൻ, ഗസൽ, അങ്ങനെ ഒരുപാട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗർ. എനിക്ക് എല്ലാ ജോണറും പാടാൻ ഇഷ്ടമാണ്. യെസ്, അത് നമുക്ക് കേൾക്കാനും ഇഷ്ടമാണ് കേട്ടോ, അതും പറയണമല്ലോ. എസ്പെഷ്യലി നമ്മോടൊപ്പം ഇന്ന് SK ഹോട്ട്സ്പോട്ടില് പുഷ്പവതി ചേച്ചിയാണ് എത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റേഡിയോയിലുള്ള ഒരുപാട് സ്റ്റാഫുകള്, ഒരുപാട് RJs ഒക്കെ ചേച്ചിയുടെ അടുത്ത് പ്രത്യേകം അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചേച്ചിയുടെ പാട്ടുകൾ നമ്മുടെ റേഡിയോയില് തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. കാരണം നമുക്ക് സോങ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. ഒരു ഉച്ച സമയത്താണ് നമുക്ക് ആ ഒരു പ്രോഗ്രാം വരുന്നത്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയമാണത്. അപ്പൊ ചോറിനോടൊപ്പം പാട്ടും. അപ്പൊ അതില് മിക്ക സമയങ്ങളിലും നമ്മുടെ ചെമ്പാവ് പൊന്നിലിൻ വന്നിരിക്കും. അതുകൊണ്ട് തന്നെ പുഷ്പവതി ചേച്ചിയുടെ ഒരു പ്രസൻസ് മിക്ക സമയങ്ങളിലും നമ്മുടെ റേഡിയോയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേക ഒരു അന്വേഷണം വിചാരിക്കാറുണ്ട്. നമ്മളിപ്പോ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ എന്റെ പാട്ട് ഇങ്ങനെ അവിചാരിതമായിട്ട് പ്ലേലിസ്റ്റ് ഇതില് പാട്ടായിട്ട് വരും. ഈ ഏതെങ്കിലും ഒരു ഫോണില് നമ്മള് ഏതാണോ വെച്ചിട്ടുണ്ടാവുക ചിലപ്പോ അതിലായിരിക്കും. എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ എന്റെ ആ ഒരു പാട്ട് കേൾക്കാറുണ്ടല്ലോ. ആ പാട്ടിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് തന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ വനിതയുടെ പ്രത്യേക ആ ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ അത് മാത്രമല്ല, സന്തോഷം സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡ് അത് എനിക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് നല്ല ഉലകനായകനായിട്ടുള്ള നമ്മുടെ കമൽഹാസനാണ്. പിന്നെ അന്ന് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള സ്റ്റേജ് ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റേറ്റിലല്ല, തെലുങ്ക് സ്ഥലത്തായിരുന്നു, ഹൈദരാബാദിലായിരുന്നു. സന്തോഷം സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡായിരുന്നു അത്. അപ്പോ അത് തന്നെയായിരിക്കും മേ ബി വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. എനിക്ക് ഉറപ്പാണ് ചേച്ചി വിഷമിക്കരുത്. കാരണം ഇനിയും ഒരുപാട് കലക്കൻ പാട്ടുകളിൽ ചേച്ചിക്ക് അർഹിച്ച അംഗീകാരം കിട്ടിയിരിക്കും. അല്ലേ മോളെ? ഞാന് എനിക്ക് ഞാൻ നല്ല ഹിറ്റ് പാട്ട് പാടിയിട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രവാഹങ്ങളൊന്നും അവസരങ്ങളുടെ പ്രവാഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ സ്വയം ചിന്തിച്ചത് എന്താണെന്നറിയാമോ? അതായത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അവസരങ്ങൾ ഇല്ലായ്മൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഓരോ പ്രോജക്റ്റുകൾ കൺസീവ് ചെയ്യും, എന്നിട്ട് അത് സംഗീതം ചെയ്യാം, പാടുക. ഞാൻ വിചാരിക്കണത് എന്റെ ചുറ്റും ഒരുപാട് അവസരം ഉണ്ടല്ലോ എന്നാ സത്യത്തില്. ഇതൊക്കെ ഞാൻ കണ്ടെടുത്ത് സംഗീതം ചെയ്ത് പാടുമ്പോ തന്നെ ഞാൻ എത്രയോ അങ്ങനെ സംഗീതം ചെയ്ത് പാടി. കബീർദാസിന്റെ ദോഹകൾ, അതായത് നമ്മള് സ്കൂളൊക്കെ പഠിച്ചിട്ടില്ല, ഹിന്ദി ടെക്സ്റ്റ് ബുക്കുകളിലായിരിക്കും കൂടുതലായിട്ട് നമ്മള് ദോഹകൾ പഠിച്ചിട്ടുണ്ട്. അതെ, ഇത് പോയംസ് ഓഫ് കബീർ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു 100 കവിതകളുടെ കളക്ഷനായിരുന്നു. അതായത്
ഈ ദോഹകളുടെ കളക്ഷൻ. ഓക്കെ. അതിന്ന് പിന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പിന്നെ സലിം രാജ്, അതുപോലെ ശ്രീകൃഷ്ണൻ. അപ്പൊ അവരിങ്ങനെ അത് മലയാളത്തിലാക്കിയിട്ട് എനിക്ക് തന്നിട്ട് ഒരു 10 ഗാനങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു 10 സോങ്സ് സെലക്ട് ചെയ്തു. അതിന്റെ ആദ്യത്തെ 5 ഗാനങ്ങള് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഒരു ഡോക്ടർ ക്രിസ്റ്റീന ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീഡിഷ് ലേഡി ആയിരുന്നു. UN സമിതിയിലൊക്കെ അംഗമായിരുന്ന, ബോസ്നിയൻ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് എന്താ പറയാ വളരെ നല്ലൊരു പിയാനോസ്റ്റ് ആയിരുന്നു അവര്. നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരു ലേഡി ആയിരുന്നു. അന്ന് അവർക്കൊരു 64 വയസ്സോ 64 വയസ്സുണ്ട്. ഞാൻ പിന്നീട് അവരെ അന്നൊന്നും ഈ പിന്നെ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാല് അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് അത്ര അങ്ങോട്ട് പ്രചാരം വന്നിട്ടില്ല. 2004 വന്നിട്ടുണ്ട് നോക്കിയുടെ. ആ സമയത്ത് ഞാൻ ഈ നമ്പറിൽ വിളിക്കാനൊക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അവരെ. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആൽബം സോങ്സ്, അതായത് ചേച്ചി കമ്പോസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പാട്ടുകളുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ഒന്നുകൂടി വരുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ഇപ്പൊ നമ്മൾ അറിഞ്ഞത് ചേച്ചി പഠിച്ചതും വളർന്നതും ഒക്കെ എങ്ങനെയാണ്, എവിടെയായിരുന്നു എന്നൊക്കെയാണ്. ആൻഡ് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേൾക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടി തന്നെ അടുത്ത പാട്ടിലേക്ക്, അതായത് അടുത്തൊരു വിശേഷങ്ങളിലേക്ക് പോവാം. സോ കേട്ടോടെയിരിക്കും സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് ദ പ്ലേ ബാക്ക് സിംഗർ പുഷ്പവതി ചേച്ചി ആദ്യമായിട്ട് വന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മൾ സിനിമയിലൂടെ തന്നെയാണ് ചേച്ചി ആദ്യമായിട്ട് ഈ ഒരു വലിയ രംഗത്തേക്ക്, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. നമ്മുടെ കാത്ത് കാത്തൊരു മഴയത്ത് എന്നുള്ള പാട്ട് അല്ലെ, നമ്മുടെ ഭാവനയുടെ ഒരു വോയിസ് ആയിട്ട്. ശരിക്കും നമ്മുടെ മോഹൻ സിത്താര സാറിന്റെ ഒരു അടിപൊളി കോമ്പോസിഷൻ തന്നെയായിരുന്നു ഈ ഒരു പാട്ട്. ശരിക്കും ഈ ഒരു പാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മൂവിയിലേക്ക് ചേച്ചി വന്നപ്പോ എങ്ങനെയായിരുന്നു? പ്രതീക്ഷിക്കാത്തൊരു വേൾഡ് ആയിരുന്നല്ലോ. ഞാന് നമ്മുടെ ജീവിത സംസ്കാരണത്തിന് വേണ്ടിയിട്ടാണ് സിനിമ സംഗീതത്തിലേക്ക് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു കർണാടക സംഗീതത്തിലേ. പിന്നെ അതില് ഈ പറഞ്ഞ പോലെ നമുക്കൊരു വഴിയില്ലാതെ പോയി ജീവിക്കാൻ. നമ്മള് വെറുതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് മനുഷ്യരെ പോലെ തലയുയർത്തി ജീവിക്കാവുന്നൊരു കയ്യൊപ്പ് നമ്മുടെ വകയായിട്ട് കൊടുക്കണം അല്ലെ? അതെ. അപ്പൊ അങ്ങനെയാണ് സിനിമ ആദ്യം സിനിമയില് ട്രാക്ക് പാടാനും കോറസ് പാടാനൊക്കെ പോയി തുടങ്ങിയത്. അതിൽ പരം വലിയ പിന്നെ മികച്ച പിന്നണി ഗായിക ആവും അങ്ങനെയൊക്കെ ആവണം എന്നൊന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അന്ന് ഒത്തിരി കഷ്ടപ്പാടും വിഷമം ദുരിതമൊക്കെ ആയിരുന്നു വീട്ടിലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ട്രാക്കും കോറസും ഒക്കെ പാടുമ്പോ കിട്ടണ ഒരു ദിവസമൊക്കെ ചിലപ്പോ 3 കോറസൊക്കെ ഉണ്ടാവും. 3 പാട്ടുകളുടെ കോറസ്. അപ്പൊ ഒരു കോറസ് പാടി 600 രൂപയായിരുന്നു കിട്ടിയിരുന്നത്. 618 1800 രൂപ ഒക്കെ ചിലപ്പോ ഒരു ദിവസം കിട്ടും. അന്നൊക്കെ പിന്നെ ഒരു ട്രാക്ക് പാടിയാൽ 2000 രൂപയാണ് കിട്ടിയിരുന്നത്. ഇപ്പോഴും അതിന് വല്ല മാറ്റം ഉണ്ടോ എന്തോ അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അല്ല ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ചിന്ത മനസ്സിലൂടെ കടന്നുപോയി. അപ്പോ അങ്ങനെയൊക്കെയാണ് പാടിയിരുന്നത്. അപ്പോ ഈ ട്രാക്ക് പാടിയതാണ് പിന്നെ ഡയറക്റ്റ് സിനിമയിലേക്ക് എടുത്ത വിവരം ഞാൻ ഒരു ബസ്സിൽ ഇരുന്നിട്ടാണ് അറിഞ്ഞത്. ബസ്സില് ഞാൻ യാത്ര ചെയ്യുമ്പോ അറിയാതെ ഈ പാട്ട് പിന്നെ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു പാട്ട് കാത്തു കാത്തൊരു മഴയത്ത് അതിനു മുമ്പ് ഒരു ഹമ്മിങ് ഉണ്ട്. അതെ 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 അതെ. കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരനുമാടത്ത് പടിയേറി വെളുവെളുത്തൊരു രാത്താരം ഓലവെട്ടിരുന്നു വന്നത് കുഞ്ഞമ്മ ആലവെട്ട ചിറകോടെ പറന്നു വന്നത് മയ്യമ്മ കാറ്റു നോറ്റൊരു നെസിയാതെ കൈ വന്ന പോലെ കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരണമാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. പുഷ്പവതി ചേച്ചി ഞാനൊരു സത്യം പറയട്ടെ,
ഞാനിപ്പോ ഇവിടെയല്ല, ഞാൻ ആ സിനിമയിലാണ് ഇപ്പോ. ഭാവനയുടെ ആദ്യത്തെ അതെ. ഭാവനയുടെ ആദ്യത്തെ പാട്ട് സീൻ. സത്യം, ഞാനിപ്പോ സത്യം പറഞ്ഞ അങ്ങോട്ട് ഞാൻ പോയി കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. ഞാനിപ്പോ ഇവിടെ നിന്ന് താളം പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വോയിസ് കേട്ടപ്പോ ഹമ്മിങ് കേട്ടപ്പോ ഇത് എന്റെ വോയിസ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അത്ഭുതമായി. അപ്പൊ ഞാനൊരു പ്ലേബാക്ക് സിംഗർ ആയില്ലേ എന്ന് തോന്നിപ്പോയ ആ ഒരു നിമിഷം, ആ ഒരു മൊമെന്റ്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ എടുക്കുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ശരിക്കും സർപ്രൈസ്ഡ് ആയ ഒരു മൊമെന്റ് ആയിരിക്കും അല്ലേ അത്? അതെ. പിന്നെ അന്ന് ഇന്ന് പിന്നെ പലരും ചോദിച്ചു, അയ്യോ അതെന്താ പറയാതിരുന്നത് എന്നൊക്കെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് വലിയ ലോട്ടറി അടിച്ച പോലെയാണ് അന്ന്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് സർപ്രൈസുകൾ ഇതുപോലെ ചേച്ചിയുടെ ലൈഫിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും. SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മൾ ഇന്ന് ഒരു പാട്ട് വിശേഷങ്ങൾ എന്ന് തന്നെയാണ് പറയാനായിട്ട് ഏറ്റവും ആപ്റ്റ്. കാരണം നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണ് ഇന്ന് നമ്മുടെ ചാറ്റ് ഷോയിൽ എത്തിയിട്ടുള്ളത്. ചേച്ചി, നമ്മള് കാത്തൊരു മഴയത്ത് നിന്ന് കുറച്ചധികം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലേക്ക്. ശരിക്കും ചേച്ചിയുടെ കംബാക്ക് തന്നെയായിരുന്നു ഈ ഒരു പാട്ട്. കാരണം എവിടെയാണെങ്കിലും ആളുകൾ, അതായത് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമുക്ക് മലയാളികൾക്ക് അത്രയും കറക്റ്റായിട്ട് അവരുടെ മനസ്സിൽ ഫീഡായിട്ടിരിക്കുന്ന ഒരു പാട്ടായതുകൊണ്ടാണ് കേട്ടോ. അതായത് ഭക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ പാട്ട് ആൻഡ് ഫുഡ് വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന പാട്ട് ഇത് തന്നെയാണ്. അതിൽ ചേച്ചി ഒരുപാട് പ്രൗഡാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എങ്ങനെയായിരുന്നു ചേച്ചി ഈ ഒരു മൂവി കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ചേച്ചി കുറേ അധികം നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ ഈ ഒരു പാട്ട് വരുമ്പോഴും ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ ഭയങ്കര, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഇവിടെ ശ്രീവിശാഖിലായിരുന്നു സിനിമ കണ്ടത്, തിരുവനന്തപുരത്തെ. ആ ഫസ്റ്റ് ഷോക്ക് തന്നെ കയറി ഞാൻ. ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് ഫസ്റ്റ് ഷോക്ക് തന്നെ ഞാൻ കയറി വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ തുടക്കം തന്നെ ഈ പാട്ടാണ്. ഈ പാട്ട് കേട്ടോടുകൂടി എല്ലാവരും കൈയടിക്കാണ്. തിയേറ്ററിൽ കാണാനിരുന്ന് എല്ലാവരും. അപ്പൊ എനിക്ക് അവിടുന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു, ഇത് ഞാൻ പാടിയ പാട്ടാണെന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ നാവ് പൊങ്ങുന്നേണ്ടായിരുന്നില്ല. ഞാൻ ആകെ എന്താ പറയാ, ഉള്ളിലിങ്ങനെ തുടിച്ചു നിൽക്കുന്നെങ്കിലും പുറത്തേക്ക് ഒരു അക്ഷരം വന്നില്ല. സന്തോഷം തോന്നി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സമയമായിരുന്നു അത്. എനിക്ക് അതിനോട് ബിജുപാലിന്റെ അടുത്ത് നന്ദിയുണ്ട്. കാരണം ബിജുപാല് എന്റെ ശബ്ദത്തെ ഓർത്ത് ആ പാട്ടിന് ആപ്റ്റ് ഞാനാണെന്ന് വിചാരിച്ച് ആ ഒരു മനസ്സിലാക്കി എന്നെ വിളിച്ചല്ലോ. അതെ, തീർച്ചയായിട്ടും. യെസ്. അപ്പോ ഇനിയും ഒരുപാട് ഇതുപോലെ മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന കുറെ അധികം പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ. എന്തായാലും റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയുടെ കുറെ അധികം വിശേഷങ്ങളും നമ്മോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot only on സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം ഇന്ന് കൂടെ SK ഹോട്ട്സ്പോട്ടിൽ എത്തിയിട്ടുള്ളത് പ്ലേബാക്ക് സിംഗർ, മ്യൂസിക് കമ്പോസർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണ്. പുഷ്പ ചേച്ചി, ഇനി ചേച്ചി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ചേച്ചീനെ ഫോളോ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന കുറേയധികം വീഡിയോസിലുണ്ട്. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പാട്ട്, അതായത് നമ്മുടെ ഷമീന ബീഗം ഫലക്കിന്റെ വരികൾ, യാ റസൂലേ എന്ന് പറയുന്നത്. ആ വരികൾക്ക് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് ചേച്ചി പാടുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. ചേച്ചി ഒന്ന് പാടുവോ? ആ പാട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തെ കുറിച്ച് പറയണോ, ആ പാട്ട് തന്നെ പാടാം അല്ലേ? രണ്ടും പറഞ്ഞോളൂ, പ്രശ്നമില്ല. ഇല്ല, നമ്മുടെ സഹോദരങ്ങളാണല്ലോ, എല്ലാവരും സഹോദരങ്ങളല്ലേ. ഈ ഒരുതരം അവരെ വേറൊരു മതം എന്നുള്ള രീതിയിലും ഒക്കെ ഇങ്ങനെ അപരവൽക്കരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിപ്പോ അവർക്ക് വേണ്ടി എനിക്ക് തോന്നി, പിന്നെ അവരുടെ ഖുറാന്റെ 3-1 സാരസംഗ്രഹമായിട്ടുള്ള ഈ യാ റസൂലെ, ദൈവം ഒന്നാണ് എന്ന് ഉള്ള ഒരു മെസ്സേജ്, അത് പാടണം തോന്നി. അത് തോന്നാൻ കാരണം അത് ആ ഒരു എന്താ പറയാ, പൗരത്വ പ്രക്ഷോഭ സമയങ്ങളൊക്കെ ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയില്. ഡൽഹിയിലൊക്കെ ഒത്തിരി സമരങ്ങളൊക്കെ നടന്ന സമയത്തും ഉണ്ടായ പല പ്രശ്നങ്ങളും
രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ പറയാ പാകപോക്കലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് എന്റെ സുഹൃത്ത് ഷമീന ഈ ഒരു വരികളൊക്കെ എഴുതുന്നത്. എന്താ പറയാ അതിന്റെ ഒരു ആസ്വാദനം എന്നുള്ള നിലയ്ക്ക്, ഖുർആന്റെ ഒരു ആസ്വാദനം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായം എഴുതുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് അത് കമ്പോസ് ചെയ്ത് പാടാമോ. പാടട്ടെ? പിന്നെ പാടൂ. യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ഈ ജഗത്തിന്റെയും ഈ ജനത്തിന്റെയും ഈ ജഡത്തിന്റെയും ഈ ജന്മത്തിന്റെയും ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ യാ റസൂലേ യാ റസൂലേ. റമദാനിലായി ജിബ്രീലതാ മുഖദാനിലായി ഖുർആനതാ ഉലകിലവൻ കരുണാനിധി ആ നാമത്തിൽ ചൊല്ലു നീയും യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ. ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. എന്റെ അമ്മോ, സൂപ്പർ, അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആസ്വദിക്കായിരുന്നു കേട്ടോ. ഈ പാട്ട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ FB പാടിയിട്ടപ്പോ പിന്നെ എനിക്ക് ചിത്ര ചേച്ചി വാട്സാപ്പ് ചെയ്തു. എത്ര മനോഹരമായ ഒരു കോമ്പോസിഷനാണ്. പക്ഷെ വളരെ ഗംഭീരായി അത് സംഗീതം ചെയ്ത് പാടി. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയം തന്നെയാണെന്നല്ലേ. അയ്യോ, ചിത്ര ചേച്ചിയെ പോലെയുള്ള അത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു സിംഗർ അങ്ങനെ ഒരു കമന്റ് ഒക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ ആ ഒരു പാട്ടിന്റെ ക്വാളിറ്റി എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മൂഡ് നമുക്കൊന്ന് മാറ്റാം, ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാം. പാട്ടിന് ശേഷം നമ്മൾ ഇനി ചേച്ചിയെ കൊണ്ടൊരു ചെറിയ കുട്ടി ടാസ്ക് ചെയ്യിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, പേടിക്കണ്ട, പാട്ട് തന്നെയാണ്. സോ കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot only on Sargakshetra 89.6 FM. നമ്മോടൊപ്പം ഇന്ന് കൂടെ SK Hotspotൽ എത്തിയിട്ടുള്ളത് പ്ലേബാക്ക് സിംഗർ, മ്യൂസിക് കമ്പോസർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണ്. പുഷ്പ ചേച്ചി, നമ്മൾ കുറച്ച് മുൻപ് ചേച്ചിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ കേട്ടായിരുന്നു. നമ്മളത് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് അപ്പം തോന്നിയ ഒരു ചെറിയൊരു കുരുട്ടുബുദ്ധിയാണ്. ഞാനൊരു ചെറിയ ടാസ്കിലേക്ക്, പേടിക്കണ്ട, ചെറിയ പാട്ടിലേക്ക് തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നത്. ഞാൻ ചേച്ചി പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി ഗസല്, കർണാട്ടിക്, അതുപോലെ ഭജൻ ഒക്കെ പാടുന്ന അടിപൊളി സിംഗറാണ്, നമുക്കറിയാം. അപ്പോൾ ഞാൻ ഒരു പാട്ട് പറയുമ്പോൾ ആ പാട്ടിനെ ഞാൻ പറയുന്ന വേ ഓഫ്, ഇപ്പോൾ ഭജൻ ആണെങ്കിൽ ഭജന്റെ ടോണിൽ, അല്ലെങ്കിൽ കർണാട്ടിക്കിന്റെ ടോണിൽ, ഗസലിന്റെ ടോണിൽ പാടാനായിട്ട് പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക്? ഇല്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചിലപ്പോ ഒരു അടിപൊളി സംഭവം കിട്ടിയാലോ? ഓക്കെ, അതാണ്, ആ ഒരു സ്പിരിറ്റാണ് നമുക്ക് ആവശ്യം. അപ്പോ ആദ്യം തന്നെ നമ്മുടെ നൃത്തഗീതികൾ എന്നുള്ള പാട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ. നൃത്തഗീതികൾ എന്നും അല്ലെ, ഭയങ്കര അടിപൊളി പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഈ പാട്ടിന്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും ചേച്ചിയുടെ അടുത്ത് തന്നെ പറയാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഗസലായിട്ടൊന്ന് പാടാൻ പറ്റുമോ? ഉണരുന്ന വേദനയിൽ
നൃത്തഗീതികളെൻ ഉണരുന്ന വേദികൾ. എന്റെ പൊന്നെ, പൊളിച്ചു കണ്ട വരണോ ഐറ്റം. കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം. ചെമ്പാവ് കുന്നലിൻ, നമ്മുടെ മെയിൻ മാസ്റ്റർ പീസ് സംഭവം തന്നെ. കർണാട്ടിക് പിടിച്ചേക്കാം നമുക്ക്. ആ പോന്നോട്ടെ. എന്റെ ദൈവമേ, ചെമ്പാവ് പുന്നിൻ ചോറോ, ചെമ്പാവിൻ പുന്നിൻ ചോറോ, ചെമ്പാവിൻ പുന്നിലോ. അയ്യോ, പോളി സംഭവമായിരുന്നു കേട്ടോ. കൊള്ളാം. അപ്പൊ അടുത്ത എന്റെ ചോദ്യം മാനത്തെ ചന്ദനക്കീറാണ്. അത് നമുക്ക് ഭജനായിട്ടൊന്ന് നോക്കിയാലോ? ഞാനില്ല ചേച്ചി പോണത് ഞാനില്ല. മ്യൂസിക്കലി നമുക്ക് വരണമെങ്കിൽ നമ്മള് ചില സമയത്ത് ഉണ്ടാകേണ്ടുന്ന ഒരു മാനസികാവസ്ഥയും കൂടെ ഉണ്ട്. ഇത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം ആണെന്ന് ചിലർക്ക് തോന്നും കഴിഞ്ഞാല്. പക്ഷെ എല്ലാ പാട്ടുകളും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റില്ല. അത് ശരിയാ. പക്ഷെ ചേച്ചി നേരത്തെ പാടിയ രണ്ടും വേറെ ലെവലായിരുന്നു. ചേച്ചിക്ക് എന്നെ തോന്നിയില്ലേ നൃത്തഗീതികൾ ഒരു ഗസൽ പാട്ട് തന്നെയാണെന്ന് നമ്മൾ തോന്നിപ്പോയി. അതെന്തായാലും പൊളിച്ചു. എന്തായാലും ഇങ്ങനത്തെ കുസൃതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൊണ്ട് അങ്ങനെ കുസൃതി ചെയ്യിപ്പിക്കുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായിട്ടോ. ഞാൻ ചിലപ്പോ ഡൗട്ട് ചെയ്തു ചേച്ചി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പക്ഷെ ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ട് അങ്ങോട്ട് കേട്ട് വന്നാലോ? നമുക്ക് ചിരിച്ച് ഈ ഒരു അപ്പൊ ചിരിയുടെ ഒന്ന് ഒതുക്കാൻ വേണ്ടി നമ്മൾ ഒരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷമാണ് ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പ്ലേ ബാക്ക് സിംഗർ പുഷ്പവതി ചേച്ചിയാണ് കേട്ടോ. പുഷ്പവതി ചേച്ചി നമ്മുടെ നേരത്തെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചിരിയൊക്കെ മാറ്റി എത്തിയിരിക്കുകയാണല്ലേ വീണ്ടും? ഓക്കെ, എങ്ങനെയെന്ന് തരണം എനിക്ക്, ഇത് എനിക്ക് കിട്ടണം. അയ്യോ, ഞാൻ ചേച്ചി എൻജോയ് ചെയ്തു അങ്ങോട്ട് വിശ്വസിച്ചോട്ടെ. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ ഫാമിലിനെ പറ്റിയാണ് നമുക്ക് ഇനി അറിയാനുള്ളത് കേട്ടോ. ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത് ഒന്ന് പറയാമോ? എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ്, മോള്, അവര് മാത്രമേ ഉള്ളൂ ഇവിടെ തിരുവനന്തപുരത്ത്. പിന്നെ എന്റെ സഹോദരങ്ങള്, എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. 2 ചേട്ടന്മാര്, 2 ചേച്ചിമാര്. അവരിപ്പോഴും ഉണ്ട്. അച്ഛനും അമ്മയും മരിച്ചു. ഓക്കെ. ചേച്ചിയുടെ മറ്റുള്ള ഹോബീസുകൾ അറിയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പാട്ടല്ലാതെ അല്ലെങ്കിൽ പാട്ടിന്റെ ഒരു ലോകമല്ലാതെ മറ്റേതെങ്കിലും ഒരു മേഖലയിലേക്ക് ചേച്ചിയുടെ ഒരു ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട്. ഒരു വായന ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നിറയെ ഫിക്ഷൻസ് വായിക്കുമായിരുന്നു, നല്ല നല്ല ഫിക്ഷൻസ് ഒക്കെ. പിന്നീട് അത് വളരെ ആത്മീയമായിട്ടുള്ള വായനയായി. ഇപ്പൊ അത്തരം വായനകളെ എനിക്ക് സന്തോഷം തരുന്നുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. വായനയാണ് പിന്നീടുള്ള എന്റെ ഒരു താല്പര്യം പാട്ട് കഴിഞ്ഞാൽ. ശരി. അപ്പൊ പാട്ടും വായനയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പിന്നെ തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവാറുണ്ട്. എന്താണ് നമുക്ക് ചുറ്റും നടക്കണെന്നുള്ളൊരു ഒബ്സർവേഷൻ. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ രാഷ്ട്രീയവും ആത്മീയതയും എങ്ങനെയാണ് കൂടിച്ചേർന്ന് പോകാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആത്മീയത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡും കൂടി ആയിട്ട് മാറുന്നുണ്ട് പല സന്ദർഭത്തിലും. അപ്പോ പാട്ടുകളല്ലാതെ, പാട്ട് മാത്രമല്ല, എനിക്ക് കുറെ അധികം നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ എനിക്കങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടോടാ പിടി അല്ലേ? അതുപോലെ പാട്ടിൽ മാത്രമല്ല കുറെ അധികം ഇൻട്രസ്റ്റുകളുള്ള ഒരു അടിപൊളി സ്റ്റാറിന് തന്നെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ചേച്ചി, നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു പാട്ട് അങ്ങോട്ട് കേട്ട് വന്നാലോ? ഇപ്പോ ചേച്ചി പാടിയ പാട്ടുകളല്ലാതെ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് അത് ആരുടെയാണ്, ഏത് പാട്ടാണ്? നമുക്കൊന്ന് പാടാം. അതുപോലെ നമ്മുടെ എസ് ജാനകി അമ്മയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതും ബാബുക്കയും പിന്നെ പി ഭാസ്കരൻ മാഷും ചേർന്നിട്ടുള്ള ഒരു കോമ്പസിഷൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പാടുമ്പോ തളിരിട്ട കിനാക്കള്, പിന്നെ
അനുരാഗ അത് അവരല്ലല്ലോ പാടിയത്, അല്ല അല്ല അല്ല. അനുരാഗ ഗാനമൊക്കെ. പക്ഷെ ഈ മെയിൽ സോങ്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജാനകിയമ്മയുടെ മാത്രല്ല, താത്താർ പാടിയിട്ടുള്ളത്, ജയചന്ദ്രൻ പാടിയിട്ടുള്ളത് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അനുരാഗ ഗാനം പോലെ അഴകിന്റെ അല പോലെ ആരുമീ അനുരാഗ പോലെ അഴകിന്റെ അല പോലെ ആരുമീ ഹായ്, എന്ത് രസാ കേട്ടിരിക്കാൻ, നിർത്തരുതെന്ന് പറയാൻ തോന്നിപ്പോയി പെട്ടെന്ന് കേട്ടോ. ജാനകിയമ്മയുടെ ഒരു പാട്ട്, തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ, പൂക്കാരി മലര് നീയാർക്കു വേണ്ടി, മധുര പ്രതീക്ഷ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കും വേണ്ടി, കൈരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എന്റെ വിരുന്നുകാരൻ. അരെ വാ, പൊളി പൊളി, അടിപൊളി. സത്യം പറഞ്ഞ പാട്ട് തീർന്നു പോകലെന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കറിയാം ആ പാട്ട് ആ ഒരു മൊമെന്റിലാണ് തീർന്നതെന്ന്. എന്തായാലും ആ ഒരു വിഷമം മാറ്റാൻ റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയുടെ കുറേയധികം വിശേഷങ്ങളും നമ്മോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെ എഴുതിയിട്ടുള്ളത് പ്ലേ ബാക്ക് സിംഗർ പുഷ്പവതി ചേച്ചിയാണ് കേട്ടോ. കുറെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് പാടിത്തന്നും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി, അല്ലേ? ഓക്കെ, നിങ്ങൾ സന്തോഷിച്ചല്ലോ അല്ലേ? പിന്നെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്, എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് ചേച്ചി പാടിയതും. അതുകൊണ്ട് എനിക്ക് ഡബിൾ ഹാപ്പിനെസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ചേച്ചിയുടെ ഒരു അടിപൊളി പാട്ടിലേക്കാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചിയുടെ റിലീസായ പാട്ടായിരുന്നു നമ്മുടെ സുലേഖ മൻസിൽ മൂവിയിലെ മധുരക്കിനാവിന്റെ, അല്ലേ? ഭയങ്കര ഒരു നല്ല പാട്ടായിരുന്നു. അതെ അതെ, നല്ല പാട്ടായിരുന്നു. ഒപ്പം ഈ പാട്ടിൽ നമ്മുടെ വിഷ്ണു വിജയുടെ മ്യൂസിക് ആണെങ്കിലും അതിനുശേഷം, അതായത് ഈ ഒരു പാട്ടിന്റെ വൈബേ മാറുന്ന ഒരു പോർഷൻ ഉണ്ട്. കലബലതറിയാം ഒട്ടുന്നോർന്നിട്ട് ഭയങ്കര ഒരു സ്പീഡിലുള്ള ഒരു പോർഷൻ ഉണ്ട്. ഞാനത് പറയാൻ വേണ്ടി വരുമായിരുന്നു, പാടിക്കോളൂ. പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവനഭൂമിയുടെ താണ്ടിയ സംഹിതയാ പലകൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ പല പാമരമാനവ മാനസ സങ്കട സംഗതിയാ തൊട്ടത്തെ ചന്തത്തിന്നാളെ ചന്തപ്പൂമ്പാറ്റി സിൽസിലയാളെ മധുപൊടിയണ പനിമലരായി പൂമ്പൊടി ധരി ചിന്തൻ പൂങ്കവൽ ചോക്കണ പൂതികളായിരം പൂവിതലാകണ പൂത്ത നിക്കണ പാട്ടുപാടണ മോഹത്തോടെ തന്മലവിലെ മണിയറയാതെ മലരണി വന്നമയാല് സുപ്രിയരുത പതനിത സരിഗമപതരതരമതിലുലകമേ അതിഥ മോടുക വർക്കത്തിങ്കലച്ചിപ്പെട്ടയ തേനിനാളെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നു മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്നു മതിഭ്രമദായിനി പരിമള
ഗാത്രേ. ഇത് പാടാൻ ഞാൻ അന്ന് ഇച്ച അണ്ണ വരച്ചു. കിട്ടുണ്ണിയേട്ടൻ പറയുന്ന പോലെ അല്ലേ, ഇച്ച ഇഞ്ഞ ഡഡ ഡണ്ണ. പക്ഷേ വരയ്ക്കും, അത് കാണാൻ ഞാൻ എന്റെ ബെൻസ് കാറിൽ വരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും ഈ ഒരു പാട്ടിൽ ഇപ്പൊ തന്നെ ചേച്ചി പാടിയപ്പോ ആ ഗാത്രേ വന്നപ്പോ ഉണ്ടല്ലോ, എന്തൊരു പാവം. അത്ര നേരം നമ്മുടെ തൃശ്ശൂര് റൗണ്ട് വഴി ഒരു 3 റൗണ്ട് ഓടിയിട്ടേ ഒറ്റയടിക്ക് വടക്കുന്നാഥന്റെ മുന്നിൽ വന്ന് ഇരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഇത് ഭയങ്കര ഉപമയായി പോയി. അയ്യോ, എനിക്ക് സത്യം പറയാലോ ചേച്ചി, ഈ പാട്ടന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു വലിയൊരു ടീം ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ അനാർക്കലി തന്നെയാണ് ഇതിനൊരു തുടക്കം കുറിച്ചത്. അനാർക്കലി, അതെ അതെ. പിന്നെ അത് ഒരുപാട് പേര് അവരുടെ ഒരു വലിയൊരു ചാലഞ്ച് ആയിട്ട്, കാരണം നമ്മുടെ MG ശ്രീകുമാർ സാറൊക്കെ പാടുമല്ലോ ഓരോ സിനിമകളിലും, മറ്റേ റാപ്പ് പാടുന്ന പോലെയാണ് ഇതുപോലെ നിർത്താതെ കുറെ വരികൾ വരുന്ന, നമ്മളെ ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങൾ വരുന്നത്. അപ്പോ നമ്മുടെ പുഷ്പവതി ചേച്ചിയുടെ മെയിൻ സംഭവം തന്നെയാണ് ഇത്ര നേരം പാടിയത്. എത്ര വാക്കുകൾ ഉണ്ടാവുമല്ലേ ആ പാടിയതില്, എന്റെ പൊന്നും. ആ പാട്ട് വളരെ സ്ലോയിൽ പാടുമ്പോഴേ, സ്ലോയിൽ പാടുമ്പോ ഭയങ്കര നല്ല മെലഡിയാ പാട്ട്. ചന്ദ്രികയിൽ 14 ചേലൊയിൽ ഭയങ്കര ശരിയാട്ടോ, നല്ല മെലഡി ഉണ്ട്. സത്യം സത്യം. അയ്യോ, നമ്മളെ ഒറ്റടിക്ക് വേറെ ഏതോ ലോകത്തേക്ക് കൊണ്ടുവന്ന സ്പീഡിലും. അയ്യോ, അത് പൊളിയായിരുന്നു. ചേച്ചി ശരിക്കും പ്രതീക്ഷിച്ചായിരുന്നോ ഈ പാട്ട് ഇത്രയും ട്രെൻഡിങ് ആവുമെന്ന്? ഇല്ലായിരുന്നില്ല അല്ലെ? അയ്യോ, ഇതെങ്ങനെയാണ് ഞാൻ പാടുന്നതും പറയുന്നതൊക്കെ ഇത്ര ട്രെൻഡായി കോൺട്രവേഴ്സിക്ക് ആവുന്നുള്ളത് ഞാൻ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നല്ലേ? പ്രതീക്ഷിക്കുന്നത് എന്റെ വാക്കുകൾക്ക് എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അവിടെ. യെസ്. എന്തായാലും നേരത്തെ പാട്ട് പൊളിച്ചു കേട്ടോ. ഞാൻ ആ ഗാത്ര കേട്ടപ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഇത്രയും പാവമായിട്ടുള്ളൊരു പാട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ അവസാനിപ്പിച്ചു. അത് പൊളിച്ചു. അപ്പൊ നമുക്ക് ഈ പാട്ട് തന്നെ റേഡിയോയിലൊന്ന് കേട്ടാലോ ചേച്ചി? ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളും തിരിച്ചെത്തും SK ഹോട്ട്സ്പോട്ടിൽ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണെന്ന് കൂടെയുള്ളത്. ചേച്ചിയുടെ കുറേയധികം വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ആൻഡ് കുറച്ചുകൂടി നമ്മളൊന്ന് പണ്ട് കാലത്തേക്ക് ഒന്ന് പോവാണ്. അത്ര പണ്ടൊന്നുമല്ല, ഒരു 1999 മുതൽ 2004 വരെയുള്ള ഒരു സുവർണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി പുഷ്പവതി ചേച്ചിയെയും എന്നെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൊണ്ടുപോകുന്നത്. ഓൾ ഇന്ത്യ റേഡിയോയില് B ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചേച്ചി അടിപൊളിയായിട്ട് ആക്റ്റീവ് ആയിരുന്ന വർഷങ്ങളാണത് അല്ലേ? അതെ, ഞാൻ കോളേജില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ഓഡിഷന് പോയിട്ട് എനിക്ക് കിട്ടുന്നത്. കാരണം അത് അത്ര എളുപ്പമല്ല കിട്ടാൻ. അങ്ങനെ ഞാൻ കോളേജ് പഠിക്കുമ്പോ എന്റെ കച്ചേരിയൊക്കെ റേഡിയോയിൽ വരുമ്പോ കുട്ടികളൊക്കെ കേൾക്കും. ഭയങ്കര അഭിമാനമായിരുന്നു എനിക്കത്. കാരണം എല്ലാവരും കൊതിക്കുന്ന ഒരു ഇതല്ലേ. പക്ഷെ നമ്മള് ഒത്തിരി അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട്, അതിനു വേണ്ടിയിട്ടെന്നല്ല, പഠിക്കുന്ന കാലത്ത് മ്യൂസിക് പഠിക്കുന്ന കാലത്ത് അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഞാൻ. ആ ഒരു അടിത്തറ കൊണ്ടാണ് എനിക്കത് ആ സമയത്ത് കിട്ടിയത്. ഞാൻ 2000 മാർച്ചിലാണ് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പിന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് മങ്ങാട് നടേശൻ മാഷൊക്കെ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഈ റെക്കോർഡിംഗ് ഫീൽഡില് തൃശ്ശൂർ ചേതനയില് 2005 വരെ ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ ഇടയിലാണ് ഈ കബീർ ദാസിന്റെ ദോഹയൊക്കെ ഉണ്ടാകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചേതനയില് ഞാനും കുറച്ചു നാള് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഞാൻ അധ്യാപികയായിരുന്നു കേട്ടോ. അവിടെ ഞാൻ പാട്ട് ടീച്ചറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പീരിയഡിലാണ്. നൈസ്, കൊള്ളാം ചേച്ചി. അപ്പോ ഇതില് ഒരു ജനറൽ നോളജ് എന്നുള്ള രീതിയിൽ, പൊതു ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ ചോദിക്കുകയാണെ, ആക്ച്വലി എന്താണ് ഈ ഗ്രേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഈ ഗ്രേഡുകളിലേക്ക് ഒന്ന് വരുന്നത്? ഗ്രേഡ് എന്താന്ന് പറഞ്ഞാല് നമ്മള് കർണാടക സംഗീതം പഠിച്ച് അതിന്റെ ബേസുകളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഉയർന്നിട്ടുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ് അത്. ഓക്കെ. അപ്പോ അവിടെ എന്താന്ന് വെച്ചാല്, നമ്മളൊരു രാഗം എടുത്തു കഴിഞ്ഞാൽ ആ രാഗത്തില് രാഗം ആലപിക്കാനും
ആ രാഗത്തിന്റെ ആ രാഗം ഒരു കൃതി വൃത്തിയായിട്ട് പാടി ആ രാഗത്തിന് ആ ഒരു കൃതിയെ നമ്മുടെ രീതിയിൽ ഇപ്പൊ നേരത്തെ എന്നോടത്ത് ചോദിച്ചില്ലേ പിന്നെ ചേച്ചി ഈ പാട്ട് ഭജൻ പോലെ പാടാമോ ഗസല് പോലെ പാടാമോ ചോദിച്ചില്ലേ, ഇതുപോലെ നമ്മുടെ ഒരു വേർഷൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പന്തുരാളി രാഗത്തില് ശിവ ശിവ ശിവയ നാരാധ ഓ ശിവ ശിവ ശിവയ നാരാധ ഓ ഭവഭയ ബാദല നനസു പോരാധ ശിവ ശിവ ശിവയ നാരാധ. ഇത് കഴിഞ്ഞിട്ടൊരു അനുപല്ലവി വരും. ഓക്കെ. കാമാതുലദകോസി കാമാതുലദകോസി നിങ്ങളൊരു പോർഷൻ എടുത്തു, അതിന്റെ അർത്ഥസമ്പൂർണ്ണമായിട്ടുള്ള ഒരു പോർഷൻ എടുത്തു. എന്നിട്ട് അത് നമ്മുടെ രീതിയിൽ അത് അവിടെ പാടണം. കാമാതുലദകോസി കാമാതുലദകോസി കാമാതുലദകോസി. ഈ ഇങ്ങനത്തെ പോർഷന് നിരവൽ എന്നാണ് പറയാ. എന്നിട്ട് അതില് മനോധർമ്മമാണ് സ്വരം. ഈ രാഗത്തിലെ സ്വരങ്ങൾ പാടാം. ഗരഗമപദ ഗരഗമപദ കാമാതുലദകോസി. ഞാൻ പാടാറുള്ളത് ആഗമ മുലനുട്ടി ഇംചി എന്ന് പറയുന്ന പോർഷനിലാണ്. ഇത് ചരണത്തില് അങ്ങനെ ഒരു പോർഷൻ വരുന്നുണ്ട്. ആഗമ മുലനുട്ടി ഇംചി എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ. അവിടെയാണ് ഞാൻ പിന്നെ അന്നൊക്കെ പണ്ട്, ഇപ്പൊന്നും അങ്ങനെ അധികം കർണാടക സംഗീത കച്ചേരിക്ക് എന്നെ വിളിക്കാറില്ലാത്തോണ്ട് എനിക്ക് പാടാനുള്ള അവസരം ഇല്ലാത്തോണ്ട് ഞാനത് പാടുന്നില്ല. എന്റെ കോൺസേർട്ടായിട്ട് ഇപ്പൊ സർക്കാരിന്റെ അതുപോലെ പിന്നെ മറ്റു പരിപാടികള് ഇപ്പൊ ബുക്ക് ഭാഗമായിട്ടൊക്കെ പരിപാടികൾ വരുമ്പോ ഞാൻ ഇതിന് കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, പിന്നെ ഭജൻ, സൂഫി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒക്കെയാണ് പാടാറ്. പിന്നെ ഓൺ കോമ്പോസിഷൻസ് എസ്പെഷ്യലി അതിലുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പാടിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് നിർത്താൻ പറയാൻ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഇടയിൽ നമുക്ക് സംസാരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടും നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ വേഗം തന്നെ തിരിച്ചെത്തും. ചേച്ചിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണ്. ചേച്ചി ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടുകളും വിശേഷങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു SK ഹോട്ട്സ്പോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ചേച്ചി നമ്മൾ കുറേ കാര്യങ്ങൾ ചേച്ചിയെ പറ്റി അറിഞ്ഞു. ഇപ്പൊ കുറച്ച് മുൻപ് നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ചേച്ചി ഏകദേശം 5 വർഷത്തോളം B ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. ഇപ്പോ ഇനി അതിനോട് കൂടി ഒരു കാര്യം ചേർക്കട്ടെ. ഞാന് 2005 പിന്നെ ഖത്തറിൽ പോയി. പിന്നെ ഈ റേഡിയോ സ്റ്റേഷനായിട്ട് പിന്നെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ ഖത്തറിൽ നിന്ന് പിന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പൊ 25 വർഷം കഴിയുമ്പോഴാണ് ഞാൻ വീണ്ടും ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടുന്നത്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത് എന്റെ കച്ചേരി ഇങ്ങോട്ടാക്കി. ഇപ്പൊ ഒരു 2 മാസം മുമ്പ് ഞാൻ കച്ചേരി ചെയ്തു ഓൾ ഇന്ത്യ റേഡിയോയില് വർഷങ്ങൾക്ക് ശേഷം. ഭയങ്കര ഒരു എന്താ പറയാ, നമ്മള് നൊസ്റ്റാൾജിയ മൊമെന്റ് ആയിരിക്കും അല്ലേ? അതെ അതെ, വലിയൊരു ഗ്യാപ്പാണ്. അയ്യോ ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നപ്പോ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി. വേറൊന്നുമല്ല, ചേച്ചി നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയിലെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്? ഒന്നുമില്ല, എനിക്ക് മീറ്റിംഗ് ഉണ്ടാകുമ്പോ പോകണം. പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ അവിടുത്തെ സ്റ്റാഫ് അല്ലല്ലോ. നമുക്ക് ഒരു എന്താ പറയാ ഒരു പൊസിഷൻ തന്നിരിക്കുന്നുണ്ട്. മീറ്റിംഗ് ഉണ്ടാവുമ്പോഴും പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ഓവറോൾ ഒരു ശബ്ദം ഉണ്ടാവും. പിന്നെ പല പരിപാടികൾക്കും നമുക്ക് പോകേണ്ടി വരും. സംഗീത പരിപാടി വരുമ്പോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടോ പിന്നെ അക്കാദമിയുടെ ഔദ്യോഗികമായിട്ടുള്ള പല വിഷയങ്ങൾക്കും നമുക്ക് ചെല്ലേണ്ടി വരും. അങ്ങനത്തെ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയി അല്ലെങ്കിൽ എവിടെയാണോ അക്കാദമിയുടെ പരിപാടികൾ ഉള്ളത് അവിടെ ചിലപ്പോ പോകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ ചേച്ചി. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളും തിരിച്ചെത്തും SK ഹോട്ട്സ്പോട്ടിൽ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് പ്ലേ ബാക്ക് സിംഗർ പുഷ്പവതി ചേച്ചിയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ചേച്ചി പാട്ട് തന്നെയാണ് ചേച്ചിയുടെ മെയിൻ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഈക്വൽ ടു മ്യൂസിക് അല്ലേ? അപ്പൊ അതില് പല പല വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിലൊക്കെ ചേച്ചി ഗംഭീരമായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. സോ മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ കമ്പോസിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. ചേച്ചീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൽബംസ് നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചൊരു കാര്യമാണെങ്കിലും ഞാൻ ഒന്നുകൂടി എടുത്തു പറയാണ്, അതും ലെജൻഡറി അങ്ങനെ തന്നെ പറയേണ്ട കുറേയധികം വ്യക്തികളുടെ, നമ്മുടെ കബീർദാസ്, ശ്രീനാരായണ ഗുരു, അങ്ങനെ ടാഗോർ അല്ലെ, അങ്ങനെ അതെ 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 ടാഗോർ, അങ്ങനെ ഗംഭീരമായിട്ടുള്ള കുറേയധികം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന കുറേയധികം പേഴ്സൺസ് ഉണ്ട്. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. അങ്ങനെ കുറേയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തികളുടെ വരികളാണ് നമ്മുടെ പുഷ്പവതി ചേച്ചി കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെലക്ഷൻ അങ്ങനെ ചേച്ചി ചൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എന്റെ വായന പിന്നീട് കുറച്ച് എന്താ പറയാ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഇതിലേക്ക് മാറി, ആത്മീയമായിട്ടുള്ള ഇതിലേക്ക് മാറി. പിന്നെ ദാർശനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പണ്ടേ ഉള്ള ഒരു ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, 2004 ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കബീറിന്റെ കമ്പോസ് ചെയ്തത്. അതിനുശേഷം നാരായണ ഗുരുവിന്റെ, പിന്നെ അതിനുശേഷം പൊയ്കലപ്പച്ചന്റെ, അതിനിടയിൽ പിന്നെ മാധവിക്കുട്ടിയുടെ പ്രണയാതുരമായിട്ടുള്ള എന്താ പറയാ അവരുടെ സമ്പൂർണ്ണ കൃതികളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ചില വരികൾ മുങ്ങിത്തപ്പിയെടുത്ത, അതെന്റെ സുഹൃത്ത് ശ്രീകൃഷ്ണനൊക്കെയാണ് അത് മുങ്ങിത്തപ്പിയൊക്കെ എടുത്തത്. അപ്പൊ അങ്ങനെ വരികള് കമ്പോസ് ചെയ്ത് ഗസൽ ഉണ്ടാക്കി. പിന്നെ അതുപോലെ സമകാലിക വിഷയത്തില് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൊളിറ്റിക്സിൽ കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്, അങ്ങനെയുണ്ട്. അപ്പോ പിന്നെ ചില സന്ദർഭത്തില് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചില ഗാനങ്ങളുണ്ട്. അത് വളരെ എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, രാജപാതയിൽ കൊതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. അങ്ങനെ ആ ഒരു പാട്ടൊക്കെ കേരളം മുഴുവനും ആലപിച്ചതാണ്. സത്യം. അതൊക്കെ ഓരോ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടി നമുക്ക് ഉള്ളിൽ തോന്നുകയാണ്. അത് എന്തുകൊണ്ട് തോന്നുന്നു വെച്ചാൽ എനിക്കറിയില്ല. ഞാനെന്ന വ്യക്തി രൂപപ്പെട്ട ഒരു വഴികളൊക്കെ അങ്ങനെ രാഷ്ട്രീയബോധം തരുന്ന വഴികളായിരുന്നു. അതുകൊണ്ടാണ്. എന്തായാലും റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയുടെ കുറേയധികം വിശേഷങ്ങളും നമ്മോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് ദ പ്ലേ ബാക്ക് സിംഗർ പുഷ്പവതി ചേച്ചിയുടെ ആൽബം സോങ്സിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ കബീർദാസിന്റെയോ അല്ലെങ്കിൽ ടാഗോറിന്റെയോ ശ്രീനാരായണ ഗുരുവിന്റെയോ ആരുടെയെങ്കിലും ഒരു കമ്പോസ് ചെയ്ത പാട്ട് ചേച്ചിക്ക് ഒന്ന് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാടാലോ. അതായത് പാടുമ്പോൾ ഞാൻ പറയാം, കാണുന്നതിലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് എഴുതിയ പൊയ്കലപ്പച്ചന്റെ പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് കേരളത്തില് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗീതത്തിലൂടെ ആദ്യമായിട്ട് പാടിയിട്ടുള്ളത്. ആ ഗാനം പിന്നെ അപ്പച്ചൻ സ്വന്തം രാഗത്തില് പാടി വെച്ചിട്ടുണ്ടായിരുന്ന പാട്ടാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അത് മ്യൂസിക്കലി എല്ലാവർക്കും എത്തിയില്ല. അതുകൊണ്ടായിരിക്കും പിന്നെ എന്റെ പാട്ടുകൾക്ക് കുറേ കൂടെ ഒരു റീച്ച് കിട്ടി. പിന്നീട് വേടൻ ഏതോ ഒരു പാട്ടല്ല കേട്ടോ, അതില് അപ്പച്ചന്റെ കുറമാറുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വരികളാണ്. പുലയരെല്ലാരും കൂടി ചേരമനായാലെന്താൽ പുലയന്റെ പുലമാറുമോ എന്ന് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യം. അങ്ങനെ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്നാ പറയന്റെ കുറവ് തീരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു വരികളാണ്. ഞാൻ കമ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നീട് പല പല വഴികളിലേക്ക് മാറിപ്പോയി. അദ്ദേഹത്തിന്റെ പല വരികളും കമ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ കമ്പോസ് ചെയ്തത് കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി എന്നുള്ളൊരു ഗാനം. പിന്നെ അതുപോലെ പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻപിടുത്തക്കാരൻ മരയ്ക്കാൻ വേറെ പള്ളി. അതായത് പണ്ടുകാലത്ത് ജാതിയുടെ ഹിംസയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതപരിവർത്തനം ക്രിസ്ത്യൻ സഭകളിലേക്കൊക്കെ മാറിയിട്ട് അവിടെ പോകുമ്പോഴും
പ്രശ്നമാണ് എന്നുള്ള തിരിച്ചറിഞ്ഞ അദ്ദേഹം എഴുതിയിട്ടുള്ള വരികളാണ്. ഞാനിപ്പോ പാടാൻ പോകുന്നത് ഏതറിയാമോ? കബീറിന്റെ അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്ക് അപരിചിതൻ. ഞാനൊന്ന് പാട്ടെ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ആദ്യത്തെ വർക്ക്സിൽ വരുന്ന പാട്ടുകൾ തന്നെയായിരുന്നു അല്ലേ അത്? അതെ, അത് കൊച്ചി പിന്നെ മ്യൂസിക് ഫൗണ്ടേഷന്റെ പരിപാടി ഉണ്ടായപ്പോ അവരത് എന്നോട് പാടാൻ പറഞ്ഞിട്ട് അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ പാട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്കപരിചിതൻ, അലറി വിളിക്കുവതെന്തിന്, നിങ്ങൾ അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, അപരിചിതനല്ലോ ജഗദീശ്വരൻ. കാതോർക്കുമിൻ പ്രഭു വെറുമൊരു പുഴുവിന്റെ ചെറിയൊരു പദചലനത്തിന് പോലും, കാതോർക്കുമിൻ പ്രഭു വെറുമൊരു പുഴുവിന്റെ ചെറിയൊരു പദചലനത്തിന് പോലും, അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്കപരിചിതൻ. അയ്യോ ശരിയാ. നമുക്ക് ഇപ്പോ സ്കൂളുകളിലാണെങ്കിലും പഠിക്കാനുണ്ടാവുമ്പോ നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കി ടീച്ചേഴ്സ് പറഞ്ഞു തരുമല്ലോ, നമുക്ക് ഇതിന്റെ അർത്ഥാർത്ഥം എന്ന് പറഞ്ഞ് നമുക്ക് ഡെഫിനറ്റ്ലി പഠിക്കാനുണ്ടാവും. അപ്പോ കൃത്യമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് അപ്പൊ മനസ്സിലാക്കാനായിട്ട് പറ്റും എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇതൊക്കെ ഈ വരികളൊക്കെ കുട്ടികൾ പഠിക്കണം എന്ന് തോന്നുന്നു. സത്യം, കുട്ടികളെ കൊണ്ട് സിലബസിലൊക്കെ ചേർത്ത് ഇതൊക്കെ പഠിക്കണം. കാരണം കുട്ടികളുടെ ഉള്ളില് ഭേദചിന്ത ഉണ്ടാവാതിരിക്കാൻ ഇതൊക്കെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് തന്നെ അത് കമ്പോസ് ചെയ്ത് നമ്മുടെ പുഷ്പവതി ചേച്ചിക്കും ഒരു അടിപൊളി കയ്യടിയും കൊടുത്ത് നമ്മൾ ഒരു ചെറിയൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ ഇപ്പൊ തന്നെ വരും കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Once again, welcome back to SK Hotspot only on Sargikshhetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് പ്ലേബാക്ക് സിംഗർ, മ്യൂസിക് കമ്പോസർ എല്ലാമായിട്ടുള്ള നമ്മുടെ സ്വന്തം പുഷ്പവതി ചേച്ചിയാണ്. ചേച്ചി വീണ്ടും വീണ്ടും നമ്മൾ പാട്ടുകൾക്ക് ശേഷം ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ വിശേഷങ്ങളും പാട്ടുകളും തന്നെയാണ് ഇന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് SK ഹോട്ട്സ്പോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ SK ഹോട്ട്സ്പോട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ചേച്ചിയുടെ ഓണം പരിപാടീസ് എന്തൊക്കെയാണ്? ഓണം ദാ ഇങ്ങ് എത്താറായല്ലോ. ഓണത്തിന്റെ ഒരുപാട് എൻക്വയറികൾ വന്നു. പലതും ഞാൻ സ്വീകരിച്ചു, പലതും പിന്നെ സ്വീകരിക്കാൻ പറ്റാത്തതാണ്. ചില ആളുകള് നമ്മളെ പിന്നെ പരിപാടികൾക്ക് ചിലതെല്ലാം എന്താ പറയുക ചാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ പുഷ്പ ചേച്ചിയെ വിളിക്കായിരുന്നു, പ്രത്യേകിച്ച് ഒരു കോൺട്രവേഴ്സി വന്ന സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ ചിലപ്പം അങ്ങനെയാണെങ്കിൽ മുഖ്യാതിഥിയായിട്ട് വരുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഞാൻ, പക്ഷെ അതൊന്നും ഒക്കെ ഒഴിവായിട്ടാണുള്ളത്. എനിക്ക് പല പരിപാടികളും കമ്മിറ്റഡ് ആണ്. പിന്നെ ഇപ്പൊ എന്താ പറയാ, കച്ചേരിയൊക്കെ ഉണ്ടാവോ? കച്ചേരിയല്ല, എന്റെ ബാൻഡ് പരിപാടികളാണ്. പിന്നെ ഗസൽ, പിന്നെ അതിലെ ബാൻഡ് പരിപാടിയിൽ എല്ലാ തരം വരും, എല്ലാ ജോണറിലുള്ള പാട്ടുകളും വരാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഗാനമേള, അതിന്റെ ഫൈനൽ കൺഫർമേഷൻ ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ബാൻഡിന്റെ പേരെന്താന്ന് ഞാൻ ചോദിക്കാൻ മറന്നു. പുഷ്പവതി പാടുന്നു, ഈ ടൈറ്റിലാണ് എന്റെ പ്രാസം അല്ലേ? പുഷ്പവതി പാടുന്നു, അത്രേ ഉള്ളൂ. പൂപ്പാന്നായിരിക്കോ? അത് പൊളിച്ചു. പുഷ്പ അപ്പൊ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, പോ, അതായത് പുഷ്പവതി പാടുമ്പോ പൊളിച്ചു. അതെന്റെ വകയിരിക്കട്ടെ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പോ തകർത്തു ചേച്ചി. അതുപോലെ ഇനി അപ്കമിങ് പ്രൊജക്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഏതെങ്കിലും അടിപൊളി പാട്ടുകൾ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഒരു പ്രോജക്ട് വർക്കിലാണ്, നാരായണ ഗുരുവിന്റെ. അപ്പൊ ഓൾറെഡി അത് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് മ്യൂസിക് എന്താ പറയാ ഓർക്കസ്ട്രേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നു. അപ്പൊ അതാണെങ്കിൽ വലിയൊരു ടാസ്ക് ആണ്. ആത്മോപദേശ ശതകം പോലുള്ള വലിയ കൃതിയൊക്കെയാണ്.
എന്താ പറയാ ഓർക്കസ്ട്രേഷനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നത്. എനിക്ക് ഈ ഇത് വന്നതോടുകൂടി ഇത് മൊത്തം തിരക്കായി പോയി. പിന്നെ വീടിന്റെ പിന്നെ 51 വർഷമാണ് ഞങ്ങളുടെ വീടിന്റെ ഒരു വയസ്സ്. അത്രയും പ്രായമുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതൊരു വലിയ വീടാണ്, എന്റെ ഹസ്ബൻഡിന്റെ വീട്. അപ്പൊ ഒത്തിരി റിനോവേഷൻ ചെയ്യാണ്ടായിരുന്നു. അപ്പം കുറച്ചധികം തിരക്കുകളിലായി പോയല്ലേ? 2 മാസമായിട്ട് അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ അത് ഫൈനൽ ഇതിലേക്ക് വരികയാണ്. ചിങ്ങമാസത്തില് നമുക്ക് നോർമലായി വീണ്ടും പഴയപടി ആവണം എന്ന് വിചാരിച്ച്. അപ്പൊ ഓണത്തിന് ആള് അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അല്ലേ? അതെ 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 അതെ. ഓക്കെ ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്താലോ? ഓണം ആയിട്ടില്ലെങ്കിലും ഓണത്തിനോടനുബന്ധിച്ച് നമുക്കൊരു ഓണപ്പാട്ട് കേട്ടാലോ? ഓണപ്പാട്ട് എന്ന് പറഞ്ഞാല് എപ്പോഴും മനസ്സിൽ ആദ്യം പറഞ്ഞൊരു പാട്ട്, ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂ നിലാവേവാ. പ്രായത്തിലെ പിന്നെ ദാസാറിന്റെ പാട്ട് കേട്ട് കേട്ട് എത്ര നല്ല പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അല്ലേ? ഈ കേരളക്കരയുടെ ഒരു വലിയ ആശ്വാസമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. സത്യം സത്യം. അപ്പോ ഇനിയും ഒരുപാട് പാട്ടുകൾ കൊണ്ട് നമ്മൾ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനായിട്ട് പുഷ്പവതി ചേച്ചിക്ക് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് അടിപൊളി പാട്ടുകളാണെങ്കിലും ഒരുപാട് വെറൈറ്റി, അങ്ങനെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എപ്പോഴും ഒരേ ജോണറല്ല, നമ്മൾ വെറൈറ്റി പാട്ടുകളൂടെ. അടിപൊളി പാട്ടുകള്, നല്ല അടിപൊളി പാട്ട് അല്ലെങ്കിൽ നല്ല മെലഡി പാട്ട്, എന്താണ് അടിപൊളി അല്ലെങ്കിൽ മെലഡി, അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇനിയും ഗംഭീരമായിട്ടുള്ള ഈ ഒരു ശബ്ദത്തിലൂടെ കിടിലൻ പാട്ടുകൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ചേച്ചിക്ക് പറ്റട്ടെ എന്ന് നമ്മൾ എല്ലാവരും വിഷ് ചെയ്യാണ്. ഒപ്പം തന്നെ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അറിഞ്ഞില്ല കുറച്ചധികം സമയം പോയത്. ഗംഭീരമായിട്ടുള്ള കുറേയധികം വിശേഷങ്ങളൊക്കെ കടന്നു പോയിട്ടുള്ളൊരു മൊമെന്റ്സ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ യുവർ ടൈം. എനിക്ക് തോന്നുന്നു ചേച്ചി എൻജോയ് ചെയ്തെന്ന് അല്ലേ? ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? ഭയങ്കര ചുറുചുറുക്കുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്, എന്നെ കൊണ്ട് കഴിപ്പിക്കൂടെ ചെയ്തല്ലോ. ഞാൻ അത് കൊരങ്ങായി പോയി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഓക്കെ, അപ്പോ താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് ലിസണേഴ്സിന്റെ അടുത്ത്, നമ്മുടെ സർഗക്ഷേത്രയുടെ ലിസണേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഫൈനലി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും പരസ്പര ബഹുമാനത്തോടുകൂടി മനുഷ്യർക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയട്ടെ. ഒരു കുട്ടിയെ കാണുമ്പോൾ അവരുടെ എന്താ പറയാ, അവരുടെ ഉള്ളിൽ എന്താണ്, ഇപ്പൊ ഒരു മരം കാണുമ്പോ മരത്തിന്റെ കാതലല്ലേ കാണേണ്ടത്. അപ്പൊ ഓരോ വ്യക്തിയുടെ ഉള്ളിലെ കാതൽ മനസ്സിലാക്കിയിട്ട് മനുഷ്യരോട് ഇടപെടാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പോ ഇനിയും ഇതുപോലെ കലക്കൻ പരിപാടികളുമായിട്ട് നമ്മൾ തിരിച്ചെത്തും. സോ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.